ലൈവില് നമ്മുടെ അനുമോളും ശൈത്യ സന്തോഷം കൂടി ഇരുന്ന് വർത്താനം പറയുന്നു. അനുമോൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. എന്താണ് കാര്യം എന്ന് നമുക്കറിയണ്ടേ. അപ്പം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യൂ. 100 സബ്സ്ക്രൈബേഴ്സ് മറ്റേ ആയിട്ടുള്ളൂ. കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ്. ഇന്നലെ രാത്രി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലൈവ് അപ്ഡേഷൻ കഴിഞ്ഞ് ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണിയാണ് കേട്ടോ. ടൈം 1:01 കാണാവുന്ന ഒന്നെന്ന് ഇത് തല തിരിഞ്ഞിരിക്കുകയാണ്. സെൽഫി വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തിനാണ് രേണുവല്ല നമ്മുടെ അനുമോൾ ഇരുന്ന് കരയുന്നത്? അനുമോൾ ശൈത്യയോട് പറഞ്ഞ കാര്യങ്ങൾ, പരാതിയും പരിഭവമൊക്കെ പറഞ്ഞ് എന്തിനാണ് കരയുന്നത്? ബാക്കിയുള്ള കാര്യങ്ങൾ രാവിലെ മുതൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അവിടെ നടന്നതെന്ന് കാണാം. ഇന്നലെ രാത്രി ഞാൻ ലൈവ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കിടന്നുറങ്ങി. എല്ലാവരും ഒക്കെ ഇറങ്ങി. കൂടുതൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എന്തായാലും രാവിലെ മുതൽ വീണ്ടും കിച്ചണിലാണ് പ്രോബ്ലം. ആരായിരിക്കും പ്രോബ്ലം എന്നുള്ളത് നമുക്കറിയാമല്ലോ. നമ്മുടെ അനീഷ് അല്ലെങ്കിൽ കണ്ടന്റ് മേക്കർ. പുള്ളിയാണ് കണ്ടന്റ് കൊടുക്കുന്നത്. പുള്ളിയെ ബേസ് ചെയ്താണ് ഇവിടെ കണ്ടന്റ് പോകുന്നത്. പുള്ളി എന്തെങ്കിലും പറയുന്നോ, പുള്ളി എന്തെങ്കിലും ചെയ്യുന്നോ, ഇത് മാത്രം നോക്കിയിട്ടാണ് ബാക്കിയുള്ള കണ്ടസ്റ്റന്റുകൾ നടക്കുന്നത്. അയ്യോ, അതൊരു വളരെ പരിതാപകരമായ അവസ്ഥയാണ്. കണ്ടന്റ് ക്ഷാമം. ഇപ്പൊ എന്നെയൊക്കെ വീഡിയോ ചെയ്യുന്നവർ പറയും രേണു ഇല്ലായിരുന്നെങ്കിൽ എനിക്കും കണ്ടന്റ് കിട്ടത്തില്ലായിരുന്നു. രേണു ഇല്ലാതെ കണ്ടന്റ് കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ രേണു നെഗറ്റീവ് കണ്ടന്റ് ആണ്. ഇവിടെയും ഇഷ്ടംപോലെ കണ്ടന്റുകൾ രേണു കൊടുത്തിട്ട് പുറത്തും നെഗറ്റീവായി ആ നെഗറ്റീവ് ഫെയിമിന് വേണ്ടിയിട്ടാണ് രേണു അകത്തേക്ക് പോയത്. അവിടെ രേണുവിന്റെ കാര്യം ഇവിടെ പറയേണ്ട. തൽക്കാലം രേണുവിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും പോയി കാണുക കേട്ടോ. രേണുവിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ മുന്നിൽ ഇപ്പോൾ കുറച്ച് നേരം ഒരു 15 മിനിറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ രാവിലെ മുതൽ നമ്മുടെ അനീഷിന്റെ പ്രശ്നമാണ്. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ഫുഡ് വിളമ്പുന്ന സമയം പിന്നെ നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ വന്നിരുന്നത് ആക്ടിവിറ്റി നടന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. രാവിലെ ചെറിയ പ്രോബ്ലംസ് ആണ് വന്നത്. ഇപ്പം ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ അവര് ഫുഡ് കഴിക്കാൻ വന്നിരുന്നപ്പോൾ അനീഷുമായിട്ട് സംസാരമായി. എന്താണ് കാര്യം എന്നല്ലേ, പാത്രം ഇന്നലെ രാത്രി കിച്ചൺ അല്ല വെസൽ ടീം പാത്രം കഴുകിയിട്ടില്ല. ഇന്നലെ കഴുകാതിരുന്നതിന്റെ കാരണം വെള്ളമില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അനീഷ് പറയുന്നത് വെള്ളമുണ്ടായിരുന്നു, കുറച്ച് വെള്ളമുണ്ടായിരുന്നു. അപ്പോൾ ശരത്ത് ചോദിച്ചു, എടാ നീ തന്നെയല്ലൂടാ പറഞ്ഞത്, നീ തന്നെയല്ലൂടാ ബിഗ് ബോസിനോട് പറഞ്ഞത് വെള്ളമില്ല. എടാ ഞാനത് കുടിക്കുന്ന വെള്ളമില്ലെന്നാടാ പറഞ്ഞത്, നീയൊക്കെ പാത്രം കഴുകാതിട്ടിട്ട് പോയി രാവിലെ. അപ്പം ഷാനവാസ് പറഞ്ഞു, ഞാനാണ് ക്യാപ്റ്റൻ, ഞാൻ ചോദിക്കാം. അപ്പം അനീഷ് ഉടനെ പറഞ്ഞു, നീയല്ലേ എന്നോട് വന്ന് പറഞ്ഞത് നിങ്ങൾ എന്താണ് പാത്രം കഴുകാതിട്ടിരിക്കുന്നത്, ഇതെന്ത് വൃത്തികേടാണ്, ഇവിടെ ഈച്ച കയറൂലേ? കൃത്യമാണ്. അപ്പൊ രാവിലെ പാത്രം കഴുകാത്തതിന്റെ കാരണം വെള്ളമില്ലാത്തതുകൊണ്ട് ഇന്നലെ പാത്രം കഴുകില്ല. അപ്പൊ ഷാനവാസ് പറയുന്നത്, ഞാനിപ്പോൾ രാവിലെ ശരിയാണ്, ഞാൻ രാവിലെ പറഞ്ഞു. അപ്പോൾ ശാരിക ഇടപെട്ടു. അനീഷിനെ എല്ലാവരോടും ഭയങ്കരമായിട്ട് അനീഷ് അടുത്ത് ഓടി വന്ന് ഇപ്പോൾ അടിക്കുന്ന രീതിയിൽ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അനീഷിന്റെ നേരെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉടനെ ശാരിക അതിനകത്ത് ഇടപെട്ടു. അപ്പോൾ ശാരിക പറഞ്ഞു, അത് മോശമാണ്, ഷാനവാസിനെ നിങ്ങൾ ഇരട്ടത്താപ്പ് കാണിക്കുന്നു. അപ്പോൾ ഇരട്ടത്താപ്പല്ല എന്നുള്ള ഷാനവാസിന്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി കുറേ ആർഗ്യൂ ചെയ്തു. അപ്പോൾ പറഞ്ഞു രാവിലെ ശരിയാണ്. അനീഷ് പറഞ്ഞു, ഷാനവാസാണ് പറഞ്ഞത്, നിങ്ങൾ എന്നെ വഴക്ക് പറഞ്ഞില്ലേ പാത്രം കഴുകാത്തതിന്, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ കുട്ടികൾ ഉറങ്ങി അവർ കഴുകിക്കോളും എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ന്യായീകരിക്കുന്നത് എന്ന് ചോദിച്ചത് കൃത്യമാണ്. അപ്പോൾ എന്താണ് കുട്ടികൾ ഉറങ്ങുക എന്നാണ് ഷാനവാസ് പറഞ്ഞത്. രാവിലെ ഈ പാത്രം കഴിയെങ്കിൽ മാത്രമല്ലേ അവർക്ക് ആ കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ പാത്രം കഴുകാതെ അപ്പോൾ കുട്ടികൾ ഉറങ്ങുക എന്നുള്ളൊരു ഇതാണ് ഷാനവാസ് ക്യാപ്റ്റനോട് പറഞ്ഞപ്പോൾ ഷാനവാസ് പറഞ്ഞത്. അപ്പോൾ അതാണ് അനീഷ് അവിടെ പറഞ്ഞത്. അപ്പോൾ അനീഷ് എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഇവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുള്ള അവസരമുള്ളൂ. എല്ലാവരും അനീഷിനെ ബേസ് ചെയ്ത് അനീഷ് എന്തെങ്കിലും പറയുന്നു, അനീഷിന്റെ വാ തുറക്കുന്നു എന്ന് മാത്രം നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. അത് ശാരിക എടുത്തു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് സംസാരം കഴിഞ്ഞപ്പോൾ ശാരിക അവിടെ പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ അനീഷിനെ പിടിക്കുന്നത്? അവന്റെ വഴിക്ക് വിട്. അവന്റെ കണ്ടന്റ് നോക്കിയിട്ടാണല്ലോ നിങ്ങളെല്ലാം നടക്കുന്നത് എന്നുള്ളത് ശരത്തിനോടും മറ്റുള്ളവരോടും ചോദിച്ചു. അപ്പൊ ശരത്ത് അവിടെ നിന്ന് വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു, എടാ നീ ഔട്ടാടാ, നീ നിന്റെ പെട്ടി പാക്ക് ചെയ്തോടാ, നീ ഇറങ്ങൂടാ, നീ ഈ ആഴ്ച ഇറങ്ങൂടാ. എന്താ ശരത്താണ് ഇപ്പൊ ഇറങ്ങേണ്ട അവസ്ഥ വന്നിരിക്കുന്നത്. ഓഡിയൻസിന്റെ മുന്നിൽ, പ്രേക്ഷകരുടെ മുന്നിൽ ശരത്താണ് ഇപ്പൊ ഇറങ്ങേണ്ട അവസ്ഥ വന്നിരിക്കുന്നത്. ഏറ്റവും കുറവ് വോട്ട്, വളരെ മോശം നെഗറ്റീവ് ഫെയിമുമായിരിക്കുന്നത് ശരത്തിനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നത് കൊണ്ട് ഞാൻ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അപ്പാനി ശരത്തിനാണ് ഇപ്പോൾ. അപ്പാനി ശരത്തിനൊരു തോന്നലുണ്ട്, ഭയങ്കര ഫിലിം ആക്ടറാണ്, അപ്പോൾ അതുകൊണ്ട് വലിയ സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ഒരു ഡയലോഗ് അടിക്കുന്നത് കണ്ടപ്പോൾ അനീഷ് പറഞ്ഞു, നാടക ഡയലോഗൊക്കെ നീ നിർത്തിവെക്കാൻ. അത് പറഞ്ഞത് നാടക കലാകാരന്മാരെയും കല ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും മോശക്കാരാക്കി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് അവർ കൊണ്ടുപോയി. കാരണം നമ്മളുമൊക്കെ കലാകാരനാണ്, ഞാനും കലാകാരിയാണ്, നാടകം ചെയ്യുന്നുണ്ട്, നേരെന്നുള്ള ലാലേട്ടൻ
ലാലേട്ടൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 മൂവി ചെയ്യുന്നുണ്ട്. ഒരു ഡോക്യുമെൻ്ററി സൂര്യ കൃഷ്ണമൂർത്തി സാറിൻ്റെ ഡോക്യുമെൻ്ററി ചെയ്തു. ഇതൊക്കെ ചെയ്ത് നമ്മൾ ചെറിയ കുഞ്ഞ് ആക്ട്രസ്സാണ്. അപ്പം കലാകാരന്മാരെല്ലാം ആക്ഷേപിച്ചെന്ന് പറയുന്നത് എന്താർത്ഥമുള്ള നാടകത്തിൻ്റെ ഡയലോഗ് എന്ന് പറയുന്നത് ഒരുമാതിരി പ്രൊഫഷണൽ നാടകത്തിന് ഭയങ്കര ബേസ് അല്ലേ, ഭയങ്കര ബേസ് ചേർത്തിട്ട് ആ ഒരു ബേസിൽ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടൊരു സംസാരം ഉണ്ടല്ലോ, സൗണ്ട്. അവരിതല്ല, അത് അവരുടെ ആ പ്രൊഫഷണൽ നാടകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ ഒരു ഇത് വെച്ചിട്ടാണ് അനീഷ് പറഞ്ഞത്. അല്ലാണ്ട് നാടക കലാകാരന്മാരെ എല്ലാം കൂടി കളിയാക്കുന്നു. നീ അനുഭവിക്കൂടാ, നീ ഈ ആഴ്ച തന്നെ പെട്ടിപ്പയക്കൂടാ, നീ പുറത്തടില്ല. കൊച്ചു പിള്ളേർ, നമ്മൾ ഈ LKG പിള്ളേർ, നിനക്കൊന്ന് ശരിക്കും കിട്ടൂടാ എന്നൊക്കെ പറയത്തില്ലേ, അല്ലെ നിന്നെ ഇന്ന് ശരിയാക്കൂടി, ഇന്ന് ടീച്ചറിങ്ങി വരട്ടെ എന്നൊക്കെ പറയാൻ. നമ്മളിലെ കുഞ്ഞായിരുന്നപ്പോൾ ചെറിയ കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നപ്പോൾ നമ്മൾ അങ്ങോട്ട്, അതും LKG അല്ലെങ്കിൽ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാകുമ്പോഴാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്വഭാവമാണ് അപ്പാനി ശരത്തിൻ്റെ. യാതൊരു തരത്തിലുള്ള മെച്യൂരിറ്റിയും ഇല്ലായ്മയാണല്ലോ എന്ന് ആലോചിക്കും. കാരണം ഇയാളൊക്കെ ഒരു സിനിമയിൽ അഭിനയിച്ച പോലെ 1, 2 അല്ലെങ്കിൽ 10 ആവട്ടെ സിനിമയിൽ അഭിനയിച്ചപ്പോഴത്തെ ഏതാണ്ട് വലിയ ആളായി എന്നാണ് വിചാരം. അങ്ങനെയുള്ള ആൾക്കാരായെങ്കിൽ ഒരിക്കലും ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയിൽ വരത്തില്ലല്ലോ. നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള ഷോയിലൊക്കെ ഇവർ വരുന്നത്. അപ്പം വലിയ ആൾക്കാരായി എന്നൊന്നും ആരും അഹങ്കരിക്കേണ്ട. എല്ലാവരും ബിഗ് ബോസിൽ പോകുന്ന കണ്ടസ്റ്റന്റ് ഇങ്ങേയറ്റം റെന ഫാത്തിമ തന്നെ ചെറിയ കുട്ടി മുതൽ അങ്ങേയറ്റം ഏറ്റവും ഏജ്ഡ് ആയിട്ടുള്ള ഷാനവാസ് വരെ എല്ലാം ഒരേ കാറ്റഗറിയാണ്. അതിനൊന്നും ഒരു പ്രത്യേകത. കണ്ടസ്റ്റന്റുകൾക്കെല്ലാം ഒരേ കാറ്റഗറി, ഒരേ യോഗ്യതയാണ്. അതിനപ്പുറത്തേക്കൊന്നും ഒരു പ്രേക്ഷകനും അവരെ തലയിലെടുത്ത് വെക്കില്ല. പിന്നെ ഇവരൊക്കെ കുറെ PR ടീമിനെ ഇറക്കി വെച്ചിട്ട് പോകുന്ന കുറെ ആൾക്കാരുണ്ട്. പണ്ട് ആദ്യകാലങ്ങളിലൊന്നും അത്ര ഇല്ലായിരുന്നു. ഇപ്പോഴെന്നൊക്കെ പറഞ്ഞാൽ പോണതിന് മുമ്പ് തന്നെ കുറെ PR ടീം, കുറെ ആർമി എന്ന് പറഞ്ഞാൽ കുറെ രൂപീകരിച്ച് കുറെ പൈസയും കൊടുത്ത് ഡിജിറ്റൽ മേക്കേഴ്സിനെ ഏർപ്പെടുത്തും. അപ്പം പലതരത്തിൽ വോട്ടിങ്ങിന് മറിക്കാൻ വേണ്ടി. കാരണം ആദ്യ ആഴ്ചകളിലൊന്നും പ്രേക്ഷകരൊന്നും അത് വോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ആരെയാണ് ഇഷ്ടമെന്നൊന്നും ആർക്കും മനസ്സിലാവത്തില്ല. അവസാനമാണ് പ്രേക്ഷകർ കയറുന്നത്. അപ്പോൾ ആദ്യ കാലങ്ങളിൽ വോട്ട് ചെയ്ത് ഇവരെ നിർത്താൻ വേണ്ടിയിട്ട് പിന്നെ സേഫ് കളി എങ്ങനെയൊക്കെ കളിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാനും കുറേ ആൾക്കാരുണ്ട്. ഇവരുടെ ചെറിയ ക്ലിപ്പിംഗ്സ് എടുത്ത് വെച്ച് ഭയങ്കര ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഈ PR ടീമിൻ്റെ വർക്ക്. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞപ്പോൾ കലാകാരന്മാരെല്ലാം അപമാനിച്ച് എന്നുള്ളൊരവസ്ഥയിലേക്ക് ആക്കി തീർത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് രാവിലെ തൊട്ട് അപ്പാരി പറയുന്നത്. എന്തായാലും ഭയങ്കര ഒരു സ്റ്റൈലും സ്റ്റണ്ടും ഒക്കെ നടന്നു. അതിനുശേഷം ആണ് ജിസേലും അനിമോളും ഇന്നലെ തന്നെ ബാലൻസ് ആണ്. അപ്പോൾ അനിമോൾ എങ്ങാണ്ട് അവിടെ പോയിട്ട് ജിസേലിൻ്റെ ബാഗിൻ്റെ ഇടത്ത് നിൽക്കുന്നത് ജിസേൽ കണ്ടുകൊണ്ട് വരുന്നത്. നൂറായും ആദിലായും നിൽപ്പുണ്ട്. രാവിലെ ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വന്ന് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, ആക്ടിവിറ്റി, രാവിലത്തെ ആക്ടിവിറ്റി ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു. അത് ബാഡ്ജ് കൈമാറുന്ന ടാസ്ക് ആയിരുന്നു. ബാഡ്ജ് കൈമാറാൻ വേണ്ടിയിട്ട് ഒരു നടുക്കളത്തിൽ ഒരു വട്ടത്തിലൊരു 3 ബാഡ്ജും വെച്ചിട്ട് എല്ലാവരും റൗണ്ടായിട്ട് നിന്നിട്ട് ഏറ്റവും ആദ്യം ആ ബാഡ്ജ് കൈക്കലാക്കുന്നവർക്ക് ബാഡ്ജ് കിട്ടുമായിരുന്നു. അങ്ങനെ എന്തായാലും ആദില നൂറയുടെ ബാഡ്ജ് പോയി. അത് ജിസേലിനും നമ്മുടെ ആര്യൻ വീണ്ടും കിട്ടി. അതുപോലെ തന്നെ വേറെ ആർക്കാണ് കിട്ടിയത്? ജിസേലിനും ആര്യനും പിന്നെ ഒരാൾക്കും കൂടി കിട്ടി, ഷാനവാസിനും കിട്ടി. 3 പേർക്കാണ് നമുക്ക് ബാഡ്ജ് കിട്ടിയത്. അപ്പോൾ ജിസേലിൻ്റെ ബാഡ്ജ് കിട്ടിയിട്ട് കാര്യമില്ലായിരുന്നു. ബിഗ് ബോസ് ഉടനെ അനൗൺസ് ചെയ്തു ജിസേലിൻ്റെ ബാഗ് ഓൾറെഡി തിരിച്ചയച്ചു കഴിഞ്ഞു എന്ന്. അപ്പം ജിസേൽ ആർക്കെങ്കിലും ബാഡ്ജ് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ എന്തായാലും കുറച്ച് പേരൊക്കെ പറഞ്ഞത് കേട്ടോണ്ടും ജിസേലിൻ്റെ ഇഷ്ടപ്രകാരം എന്തായാലും അഭിലാഷിന് കൊടുത്തു. കാരണം അഭിലാഷിന് കാല് വയ്യാത്തതുകൊണ്ട് ഈ സോക്സും ഷൂസും ഒക്കെ ഇട്ടല്ലേ നടക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടല്ലേ ഈ സിൽപ്പർ ചെരുപ്പൊക്കെ ഇട്ടിട്ട് നടക്കണേ. ലുണാറിൻ്റെ മറ്റൊരു സിൽപ്പർ ചെരുപ്പാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അഭിശ്രീക്ക് കൊടുത്തു. അപ്പോൾ അഭിശ്രീയാണ് അത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവർക്ക് 3 പേർക്കാണ് ബാഡ്ജ് കിട്ടി. അങ്ങനെ ആദില നൂറയും നിവിനും ഒക്കെ പാക്ക് ചെയ്യാൻ പറഞ്ഞു. ഒരു പാക്ക് ചെയ്യാനായിട്ട് പോയി. അത് നിവിനാണെങ്കിൽ പലതും പാക്ക് ചെയ്യാനായിട്ട് മടിച്ചു. നിവിന് കൊടുക്കാൻ ഇഷ്ടമില്ല. പലതും ഒക്കെ ഒളിച്ചു വെച്ചിട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇനി വരുന്ന എപ്പിസോഡ്, വരുന്ന ലൈവിൽ കാണാം ഇനി എന്തെങ്കിലും ഒളിച്ചു വെച്ച് ഉപയോഗിക്കുന്നുണ്ടോ. നിവിനും ലിപ്സ്റ്റിക്കും ചെരുപ്പുകളും ഒക്കെ ഉപയോഗിക്കുന്ന ഒരാളാണല്ലോ. അങ്ങനെ ജിസേലെല്ലാം കൊടുത്ത് ജിസേലിനെ അപ്പോൾ തിരിച്ചു കൊടുത്തല്ലോ. അപ്പോൾ ജിസേലിൻ്റെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതിനുശേഷം അനുമോൾ ജിസേലിൻ്റെ ബാഗിനെടുത്തോ ബാഗ് തുറന്നങ്ങാണ്ട് കിടന്ന് അടയ്ക്കാനായിട്ട് പോയി എന്നുള്ളതാണ് പിന്നീട് പറഞ്ഞത്. എന്തായാലും ജിസേൽ അത് കണ്ടുകൊണ്ട് വന്ന് ജിസേലുമായിട്ട് പ്രശ്നമായി. ജിസേൽ ചോദിച്ചു, നീ എന്തിനാടി എൻ്റെ ബാഗിൻ്റെ അടുത്ത് എപ്പോഴും പോകുന്നത്? നീ എന്തോ എടുക്കാനല്ലേ, നീ അതിന്ന് മോഷ്ടിക്കാനല്ലേ, നീ അല്ലേ കള്ളം കാണിക്കുന്നത്? ഞാൻ കള്ളം കാണിച്ചെന്നല്ലേ നീ പറഞ്ഞത്? നീ എന്തിന് എൻ്റെ ബാഗിൻ്റെ അടുത്ത് പോയി? അപ്പോൾ ഉടനെ നൂറായും ആദിലയും കൂടി അനുമോളെ സപ്പോർട്ട് ചെയ്തു. അത് അവൾ അടയ്ക്കാൻ പോയതാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ബാഗിൻ്റെ അടുത്ത് ഇവൾ പോയി കഴിഞ്ഞാൽ പോകരുതെന്ന് പറയുന്നത്, പിന്നെ നിങ്ങൾ എന്താണ് നോക്കിക്കൊണ്ടിരുന്നത് പറഞ്ഞാൽ ആദിലയും നൂറയ്ക്കും കുറച്ച് കൊടുത്തു. എന്തായാലും ജിസേൽ നല്ല സ്ട്രോങ് പ്ലെയർ ആണ്. എന്ത് കേട്ടാലും ഇന്നലെയാണ് ഈ ജിസേലിനെ എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യാമെന്ന് രാത്രി ഞാൻ അപ്ഡേഷൻ ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫേസ് കാണിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് എടുത്താണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഉടനെ അപ്പോഴും തന്നെ ഭയങ്കര എല്ലാവരും കൂടി കൂട്ടമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു ജിസേൽ. പക്ഷേ ജിസേൽ ഭയങ്കര സ്ട്രോങ് ആണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചോ, സത്യമാണ്, റൂൾ ബ്രേക്ക് ചെയ്തു ചെയ്യാൻ പാടില്ലാതെ. പക്ഷേ അതിനകത്ത് എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്തിട്ട് ജിസേൽ പതറിയില്ല.
അറിയില്ല. ആ ഒരു എന്താ പറയുക, ആ ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, നമ്മളെ ഒരു ഭയങ്കര കട്ടിയായിട്ടുള്ള മനസ്സുണ്ടല്ലോ, എന്ത് കണ്ടാലും പിടിച്ച് നിൽക്കും എന്നുള്ളത്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ജിസേലിനെ കേട്ടോ. ഭയങ്കര സ്ട്രോങ്ങസ്റ്റ് വുമണാണ് ജിസേൽ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അനിമോളിനെ അങ്ങനെ കുറേ പറഞ്ഞപ്പോഴത്തേക്ക് അനിമോള് തീർന്നു. അനിമോള് എന്തെങ്കിലും കൂടുതലായി കഴിഞ്ഞാൽ അനിമോളിന് കരച്ചിൽ തുടങ്ങുമല്ലോ. അപ്പോൾ അനിമോള് ശൈത്യയുടെ പിന്നെ ദേഹത്തേക്ക് ഇങ്ങനെ ചാരി ഇരുന്ന് കരയാൻ തുടങ്ങി. അതിന് ക്യാമറയിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മുഖമൊക്കെ മറച്ചു വെച്ചതായിട്ടാണ് തോന്നുന്നത്. ഇനി അത് ക്യാമറ ആയാലേ ട്രിക്കാണ്, കാരണം ഇവർ കരയുമ്പോൾ ഉറപ്പായിട്ടും വരുമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് കരയിലെന്ന് വിചാരിച്ചതാണ്. എൻ്റെ അച്ഛനും അമ്മയെ നോക്കാൻ വേണ്ടിയിട്ടും എൻ്റെ ചേച്ചിയെ നോക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ ആരുമില്ല ഞങ്ങൾക്ക്. ഞാനാണ് എൻ്റെ കുടുംബം നോക്കുന്നത്, ഞാനാണ് കഷ്ടപ്പെട്ട് എൻ്റെ കുടുംബം നോക്കുന്നത്. ഇവിടുന്ന് പോയാലും ഞാൻ കഷ്ടപ്പെട്ട് കുടുംബം നോക്കും, എന്ന് ജീവിച്ചല്ലേ പറ്റൂ. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ശൈത്യ നീ നിനക്ക് കുറച്ച് ഇവിടെ പല പല തരത്തിലുള്ള ആൾക്കാരാണ്, ആർക്കും മനുഷ്യത്വമില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ സംസാരങ്ങൾ വന്നു. അപ്പോൾ ശൈത്യയോട് പറയുകയാണ്, നീ ഇവിടെ വെറുതെ ഒന്നും നിൽക്കാൻ വന്നല്ല, പക്ഷെ ഞാൻ നിൽക്കൂടി, ഞാൻ 100 ദിവസം നിൽക്കും, ഞാൻ വാക്ക് കൊടുത്തിട്ടാണ് വന്നത്, ഞാൻ 100 ദിവസം നിൽക്കും. നമ്മൾ ഫീൽഡ് ഔട്ട് ആയി പോകത്തില്ലേ, 2 വർഷമൊക്കെ അല്ലേ എനിക്ക് നീ നിൽക്കാൻ പറ്റൂ. കാരണം എനിക്ക് അനിമോൾക്ക് 30 വയസ്സോളം ആയിട്ടുണ്ടല്ലോ. അപ്പം വയസ്സല്ല, എന്നാലും 30 വയസ്സ് ഇനി കല്യാണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കുടുംബജീവിതമൊക്കെ ആയി പോകുന്നതായിരിക്കും ഉദ്ദേശിച്ചത്. എനിക്കത് അറിയത്തില്ല, മനസ്സിലായില്ല. അപ്പം നമ്മൾ എന്തായാലും 2 വർഷം കൂടിയൊക്കെ ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റും. പിന്നെ നമുക്ക് എന്തെങ്കിലും ജോലിക്ക് പോയാലേ പറ്റും, എന്ത് ജീവിക്കണ്ടേ. അപ്പോൾ ഈ ഷോയിലൊക്കെ വന്നാൽ കുറച്ച് നല്ല പൈസ കിട്ടുമല്ലോ, അപ്പോൾ അത് വെച്ച് എന്തെങ്കിലുമൊക്കെ തുടങ്ങാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് മുന്നോട്ട് ജീവിക്കേണ്ടത്. ഞാൻ എന്ത് തന്നെയാലും എന്ത് കഷ്ടപ്പെട്ടാലും ഞാൻ 100 ദിവസം പിടിച്ച് നിൽക്കൂടി, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കരയുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ലൈവിൽ കാണിക്കുന്ന ഷാനവാസ് ക്യാപ്റ്റൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഓരോരുത്തരും മൂലയിൽ കുത്തിയിരുന്ന് നുണയും കൊതിയൊക്കെ പറയുന്നു. എനിക്ക് തോന്നുന്നു അനീഷിനെ കുറിച്ചിട്ടായിരിക്കും. അപ്പോൾ നുണയും കൊതിയൊക്കെ പറയുന്നു. ഇതൊക്കെ തന്നെ ലൈവിൽ നടക്കുന്നത്. പിന്നെ കിച്ചണിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അനീഷും ജിസയിലും അക്ബറും ബിൻസിയും കൂടി പാചകം ചെയ്യുന്നു. പിന്നെ വെസൽ ടീമുകാർ 1-2 പേർ അവിടെ ഉണ്ട്. വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് ഇപ്പോൾ ലൈവ് നടക്കുന്നത്. വേറെ ഒരു കാര്യങ്ങളുമില്ല. എല്ലാവരും അവിടെയൊക്കെ മൂലയ്ക്ക് കുത്തിരിക്കുന്നു. എന്തായാലും ചിലപ്പോൾ ഉച്ച കഴിയുമ്പോഴത്തേക്ക് ടാസ്ക് വരുമായിരിക്കും. അപ്പം നെക്സ്റ്റ് അപ്ഡേഷനോട്ട് വരുന്നവർക്കും ബൈ, ടേക്ക് കെയർ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സ്. ഓക്കെ.